സതീശനും വെടികളും. ആദ്യം നമുക്ക് ഒരു വെടിവഴിപാട് കഴിഞ്ഞിട്ട് പോകാം. വെടിമാമ, ഒരു വെടിവഴിപാടുണ്ട്. ആരാന്നോ? നെട്ടൂർ സതീശൻ വക വലിയ വെടി 2, ചെറിയ വെടി 1. പ്രിയമുള്ളവരെ, നമ്മുടെ വി ഡി സതീശൻ ഇപ്പോൾ 2 കാര്യങ്ങൾ മഹാ അലർജിയാണ്. 1 വെടിപൊട്ടിക്കുക, 2 കേക്ക് കണ്ടാൽ സതീശന്റെ സമനില തെറ്റും. കാരണം സതീശൻ പോകുമ്പോൾ ആളുകൾ ദാ കേക്ക് എന്ന് അടക്കം പറയുന്നു. അതുകൊണ്ട് കേക്ക് ഗ്ലാസ്സിലൂടെ കാണാവുന്ന ബേക്കറിയുടെ മുന്നിൽ കാർ നിർത്തിയാൽ പോലും സതീശൻ ഡ്രൈവറെ പച്ച ചീത്ത വിളിക്കും. സതീശൻ ആരംഭിച്ച കേരള തേൻകണി യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ സതീശൻ 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. 1, താൻ വരുമ്പോൾ എവിടെയും കേക്ക് മുറിക്കരുത്, പീസ് കൊടുക്കരുത്. 2, ഇയാൾ വരുമ്പോൾ വെടി പൊട്ടിക്കരുത്. വെടികളെ മുന്നിൽ നിർത്തരുത്, മുൻനിരയിൽ ഇരുത്തരുത്. വെടികളുടെ ശമണ്ട് കേൾക്കുമ്പോൾ എന്തോ സതീശനൊരു വൈക്ലഭ്യവും അസഹ്യതയും ഒക്കെ തോന്നുമത്രേ. അഖില കേരള ISIമാർക്കുള്ള വെടി പടക്ക അസോസിയേഷന്റെ മുഖ്യ ഫണ്ടറും നടത്തിപ്പുകാരനുമായ സതീശൻ വരുമ്പോൾ വെടിയില്ലാതെ എന്താഘോഷമെന്നും പറഞ്ഞ് ഇന്നലെ സതീശന്റെ തേൻകണി യാത്ര വന്നപ്പോൾ നിർത്താതെ വെടിപൊട്ടിക്കുന്നതും ഇത് കണ്ട സതീശന്റെ കുരുപൊട്ടുന്നതും കാണുക. വെടിപൊട്ടിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ താൻ പോവുമത്രേ. നീ പോയാൽ ഉടനെ പൊട്ട എന്ന് ചോദിക്കാൻ ഉറപ്പുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപേക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടതുണ്ട്. ഈ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന ആളുകളൊന്ന് മാറിക്കൊണ്ട് ആ പടക്കം പൊട്ടിക്കലൊന്നും നിർത്തണം. ഇനി പുതിയ പടക്കം പൊട്ടിക്കരുത്. വളരെ നിർബന്ധമായി പറയുന്നു, പടക്കം പൊട്ടിക്കൽ നിർത്തണം. ഒരു ചെറിയ പൊടി പൊട്ടിച്ചപ്പോൾ ഇത്രയും അലോസരപ്പെടുന്നതും അക്ഷമനാകുന്നതും എന്തുകൊണ്ടാണെന്ന് പലരും ചിന്തിച്ചു. അതിന് കാരണമുണ്ട്. സതീശൻ ഇറക്കിയ സർട്ടിഫൈഡ് വെടികളുടെ സകല നാടകങ്ങളും പൊളിഞ്ഞു, തേഞ്ഞു, നാണം കെട്ടു. ആ അന്താരാഷ്ട്ര വെടികളുടെ മുതലാളി ഈ നെട്ടൂർ സതീശനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ജനങ്ങൾ കേക്കച്ചൻ വെളി നിർത്തി വെടി സതീശൻ, പടക്ക സതീശൻ, ടമാർപടാർ സതീശൻ എന്നൊക്കെയാക്കി പരിഷ്കരിച്ചു. ഈ പടക്കത്തെ മുന്നിൽ നിർത്തിയാൽ 3G ആകുമെന്ന് മനസ്സിലാക്കി ഉസ്മാൻ രമേശിനെ പാർട്ടി പ്രചരണ സമിതിയുടെ അധ്യക്ഷനുമാക്കി. ഇപ്പോൾ എവിടെയെങ്കിലും വെടിപൊട്ടിക്കുന്നത് കേട്ടാൽ സതീശന് പേയിളകുമത്രേ. പിന്നെ എന്തൊക്കെയാണ് ഇയാൾ ചെയ്തു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സതീശൻ ഇപ്പോൾ 5 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങില്ല. ഉത്സവ സീസൺ ആയതുകൊണ്ട് നാട് മൊത്തവും വെടിയും പടക്കവും ഒക്കെയാണ്. എന്നാൽ സതീശൻ കരുതുന്നത് പുള്ളിക്കാരനെ കളിയാക്കാൻ ആരോ മനഃപൂർവ്വം വെടിപൊട്ടിക്കുന്നതാണെന്നാണ്. എന്താ ചെയ്യുക സതീശ? വല്ല ആൺപിള്ളാരുടെയും നേരെ വാണം കത്തിച്ചെറിയുമ്പോൾ ഓർക്കണം, ഒരു ദിവസം ആൺപിള്ളേർ അമിട്ട് കത്തിച്ച് അണ്ണാക്കിൽ പൊട്ടിക്കുമെന്ന്. പലരും കരുതും എന്തുകൊണ്ടാണ് ഈ സതീശനെ ITV ന്യൂസ് ഇത്രയും വിമർശിക്കുന്നത് എന്ന്. ഈ നെട്ടൂർ സതീശൻ ആരാണെന്ന കൃത്യമായ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ വിമർശിക്കുന്നത്. കാരണം ഇയാൾക്ക് യാതൊരു നിലപാടുമില്ലാത്ത, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാണ്. സ്വന്തം കാര്യം കാണുവാൻ ആരെയും ഇല്ലാതാക്കുന്ന ഒരു സോഷ്യൽ സൈക്കോപാത്താണ് ഇയാൾ എന്ന ആ തിരിച്ചറിവിൻ്റെ, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ITV ന്യൂസ് ഇദ്ദേഹത്തെ വിമർശിക്കുന്നത്. ഇദ്ദേഹം മുഖ്യമന്ത്രി പോയിട്ട് ഒരു വാർഡ് മെമ്പർ പോലും ആകുവാൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കുക. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതമേലധ്യക്ഷന്മാരുടെ തിണ്ണനിറങ്ങുവാൻ പോകില്ല എന്ന് പറഞ്ഞ ഇയാളുടെ ആ പ്രസ്താവനയും അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളും നിങ്ങൾ കാണുക. ഇയാൾക്ക് എന്തെങ്കിലും ഉളുപ്പുള്ള ഒരു മനുഷ്യനാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഒരു പരിപാടിയിലും അത്തരം പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുകയില്ല, ഞാൻ പങ്കെടുക്കുകയില്ല. ഞാൻ ഈ പറയുന്ന ഒരു പരിപാടിയിലും, ഞാൻ ഈ ഗോൾവാൾക്കറിന്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ല. 2001-ലും 2006-ലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി RSS നേതാവിനെ പോയി കണ്ടു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. ഇനി അതൊന്നുകൂടി ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. ഞാൻ അദ്ദേഹത്തെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴക്കാത്തത് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. എനിക്കറിയാം ആരെ പോയി കണ്ടെന്നുള്ളത്. RSSന്റെ സർസംഘചാലകായിരുന്ന പരംപൂജിയ ഗുരുജി ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പൊ അദ്ദേഹമാണ് പറയേണ്ടത് എന്തായിരുന്നു അന്നത്തെ വികാരം, ഇന്നെന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അതുകൊണ്ട് RSSന്റെ സഹായം പറവൂര് മത്സരിച്ചപ്പോൾ അദ്ദേഹം തേടിയിട്ടുണ്ടോ? വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ
വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല. 4 വോട്ടിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കണ്ടവന്റെ ഒന്നും പുറകെ പോകില്ല. തിണ്ണനിറങ്ങാൻ ഞങ്ങൾ പോവില്ല. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രണ്ട് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ ഇരിക്കുക, കസേരയിൽ അടുത്ത് നിന്നു. ഇത് NSSന്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്ന അവിടെ. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് അതിന് തിണ്ണയിരുന്ന് ഇറങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇതേ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് തിണ്ണ ഇറങ്ങരുതെന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വി. സതീശൻ വന്നതാണോ? എന്താ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വി. സതീശൻ ഇവിടെ വന്നു എന്നാണോ സാർ പറഞ്ഞത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ? എനിക്കറിയാലോ. അല്ലെ നേരത്തെ തന്നെ ഇതൊക്കെ നേരത്തെ അല്ല, പരസ്യമായിട്ടല്ലേ നിങ്ങളെ പരസ്യമായിട്ടല്ലേ പോകുന്നത്? പരസ്യം. എന്റെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിലെ എയർ തീർന്നിട്ട് വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. വേറെ വണ്ടി കാക്കനാടിലെ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ട് വണ്ടി എടുത്ത് പോണ്. സിനഡിന്റെ ആസ്ഥാനത്ത് പോകാൻ വേണ്ടിട്ട് വേറെ വണ്ടി പോണതിന്റെ ദേഷ്യമാണ്. നിക്ക് അതിൽ തന്നെ പെട്ട എത്രയോ ബിഷപ്പുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ ഞാൻ താമരശ്ശേരി ബിഷപ്പിന്റെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വയനാട്ടിലെ പരിപാടിക്ക് പോയത്. എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. അതിനെന്താ ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പോവില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് തന്നെ എവിടെയും എത്തും. ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചകമുള്ളൂ. അത് ഈ സമുദായ നേതാക്കളോടല്ല പറഞ്ഞേക്കണം, രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് MLA ഇരിക്കുമ്പോൾ. എന്താ പറഞ്ഞത്? അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞത്. സമുദായ നേതാക്കൾ അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കരുന്നു. അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി, ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാചകം. മനസ്സിലായോ? ഞാൻ കിടക്കൂലല്ലോ അവരൊന്നും മുമ്പിൽ, ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുള്ളൂ, അവരിയ്ക്കാൻ പറഞ്ഞത്. മതമേലി അധ്യക്ഷന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകില്ല അത്രേ. എന്നിട്ട് അടൂരിലെ ഒരു തീവട്ടിപ്പാച്ചറുടെ, ഒരു കുടുംബം കലക്കിപ്പാച്ചറുടെ അടുത്ത് ഉമ്മ തോമസിനെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നത് കാണുക. അതുപോലെ ഈ തീവട്ടിപ്പാച്ചറുടെ പൈശാചിക കേന്ദ്രത്തിന്റെ വാർഷികത്തിന് സതീശൻ നൽകുന്ന ആ സന്ദേശവും കാണുക. ഈ കള്ളപ്പാച്ചർക്ക് പ്രവചനപരം ഉണ്ടത്രേ. പെറ്റ തള്ള പോലും വിശ്വസിക്കില്ല. ഉമ്മ തോമസ് ജയിച്ചത് PT തോമസ് എന്ന ആ നല്ല മനുഷ്യന്റെ ആ മരണത്തിന്റെ സഹതാപ രംഗത്തിലാണെന്ന് ഈ നെട്ടൂർ കേക്കച്ചനൊഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായി. വലിയ ജയത്തെ ദൈവം ഇതിനകത്ത് കൊടുക്കുന്നതിനായിട്ട് ദൈവത്തിന്റെ കരത്തിന്റെ ചലനം ഞങ്ങൾക്ക് കാണണം. കർത്താവ് ദൈവത്തിന്റെ കരം ഇവിടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കും. ആ വലിയ ജയത്തെ ദൈവം കൊടുക്കുന്നതിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സാറിന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം, അതിനേക്കാൾ നമ്പർ കൂടത്തക്ക രീതി ഒരു വലിയ ജയം ഈ നിയമസഭാ മണ്ഡലത്തിൽ ദൈവം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അത് 20,000-നും മുകളിലേക്ക് ഭൂരിപക്ഷം പോകത്തക്ക നിലയിൽ ദൈവത്തിന്റെ കരവിനകത്ത് വരാൻ പോകുന്നതിന് സ്തോത്രം. ഞാൻ കാണുന്നത് പറയാം, നിങ്ങളുടെ ടീമിന് വലിയൊരു ജയം ഉണ്ടാകും. അത് ഈ പരാപരമുള്ള ജയമല്ല, അത് ആധികാരിക ജയമായിരിക്കും. വലിയ ജയങ്ങൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ടീം ജയിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുന്നത്. ടിജോ പാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഗ്രേസ് ഫാമിലി ചർച്ച് 12ാമത് വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ആത്മീയമായ അന്വേഷണങ്ങൾ നടത്തുകയും എല്ലാവരുടെയും മനസ്സുകളിലേക്ക് വലിയ ക്രൈസ്തവ സന്ദേശം പടർത്തിവിടുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഗ്രേസ് ഫാമിലി ചർച്ച്. ടിജോ പാസ്റ്ററുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും ഉള്ള ഒരുപാട് വിശ്വാസികൾ ഈ ചർച്ചിന്റെ സഹയാത്രികരായി കൂടെയുണ്ട്. പലപ്പോഴും എന്നെ വ്യക്തിപരമായി വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവചനാത്മകമായ കാര്യങ്ങൾ വളരെ ഭംഗിയായി പറയുകയും നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായ കാഴ്ചപ്പാടും വിശ്വാസത്തിന്റെ ആഴവും എപ്പോഴും പ്രതിഫലിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഗ്രേസ് ഫാമിലി ചർച്ച്. 12 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലമാണ്. ഈ ഒരു വ്യാഴവട്ടക്കാലം ഒരുപാട് മനുഷ്യരുടെ മനസ്സിലേക്ക് ഈ ക്രൈസ്തവ സന്ദേശം എത്തിക്കാനും ആത്മീയമായ അന്വേഷണങ്ങൾക്ക് പുതിയ തലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളതാണ്
അഭിമാനത്തോടെ ടിജോ പാസ്റ്ററിനും ഗ്രേസ് ഫാമിലി ചർച്ചിനും തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ദൈവാനുഗ്രഹത്തോടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന യാതൊരു നിലപാടുമില്ലാത്ത ഈ നാണം കെട്ടവന്റെ ഇരട്ടത്താപ്പും പോഴത്തരങ്ങളും വെളിവാക്കുന്ന ഏതാനും ദൃശ്യങ്ങൾ കൂടി നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് i2 ന്യൂസ് ഈ സതീശനെ വിമർശിക്കുന്നത് എന്ന്. ആ ദൃശ്യങ്ങളിലേക്ക്. മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല. ടീം യു ഡി എഫ് സ്വപ്നതുല്യമായ പദ്ധതികളുണ്ട് കേരളത്തെ രക്ഷിക്കാൻ. ഞാൻ എല്ലാം പറയുന്നില്ല, സസ്പെൻസ് പോകും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. അതിനുള്ള കർമ്മ പരിപാടി UDFന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒറ്റ ചോദ്യമാണ് പൊതുസമൂഹത്തോട് ചോദിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആരാണ് ശക്തി പ്രാപിക്കുന്നത്? മുസ്ലിം ലീഗ് തീവ്ര പക്ഷ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ വളരുന്നത്. മുമ്പില്ല. അതിനെന്താ കാരണം എന്ന് കണ്ടെത്തണം. മുമ്പില്ലല്ലോ തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ പ്രചരിപ്പിക്കുകയാണ് UDF പറഞ്ഞു CMDRF പൈസ കൊടുക്കരുത്. കള്ളത്തരം പറയാണ്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് തന്നെ അതിൻ്റെതായ ഫോറം ഉണ്ട്. ഇടതുപക്ഷത്തെ കൈ കൊണ്ടുക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മളെ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന്. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. ഈ ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലാന്ന് പറഞ്ഞിട്ടു. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, പറ്റില്ല. കേരളത്തില് മുഴുവൻ ആളുകളും മതേതരവാദികളാണ്. കുറെ സമുദായ നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കണം. എന്ത് ഈ സമുദായ നേതാക്കന്മാർ മുഴുവൻ വർഗീയവാദികളാണോ കേരളത്തില്? അല്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. INTUC കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല, അല്ല കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല. അതൊരു പ്രതിപക്ഷ നേതാവല്ല. ഇവിടെ എങ്ങാനും പേര് വേണം ചെവിക്കുരി നോക്കിയിട്ടാണോ കൊടുക്കണം ഞങ്ങൾ പറയുന്നത്. അത്ര നാറിയാണ്. പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ. അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ നന്ദി പറയുകയാണ്. ശരി, ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളത്തി പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണേ. നമുക്കറിയാം, കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് വെളിച്ചെണ്ണയുടെ വില കൂടി, പഞ്ചസാരയുടെ വില കൂടി, എല്ലാ സാധനങ്ങളുടെയും വില കൂടി, രൂക്ഷമായ വിലക്കയറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. വീണ്ടും വില കയറാനുള്ള സാധ്യത ഉണ്ടാവും. അതിനെ തടുത്തു നിർത്തേണ്ട ചുമതലയാണ് സപ്ലൈക്കേക്ക് ഉള്ളത്. സാധനങ്ങളൊക്കെ വന്ന എല്ലാം വന്നു. ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈക്കോ സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത്. വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത്. അതിന് ഈ സീസണിൽ കഴിയട്ടെ. ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എന്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്, പറഞ്ഞത് നീക്കം ചെയ്യണം. ഞാനത് പിൻവലിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും സഭയോടും ഞാൻ ക്ഷമ ചോദിക്കാം. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്ര 200 വീടായി. ആകെ 400 പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ. നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. തീർച്ചയായും സമയബന്ധിതമായി ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല.
ഞങ്ങൾ UDF-ന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് പ്രഖ്യാപിച്ചിട്ടുമില്ല. അദ്ദേഹം ഒന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നില്ല. അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ഉറപ്പായിട്ടും. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ സതീശൻ നല്ലവനാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.